ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് മുരിങ്ങയില കൊണ്ട് തേങ്ങ വറുത്തരച്ച് വെച്ച ഒരു തീയലാണ്. ഹെൽത്തിയും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയില ഊരിയെടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങയില 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് ചുവന്നുള്ളി എടുക്കണം. ചുവന്നുള്ളി ചെറിയ ഉള്ളിയാണ്, അത് തൊലി കളഞ്ഞെടുത്തത് ഒരു 1/2 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി ഈ ഒരു പരുവത്തിൽ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. 2 പച്ചമുളക് കീറിയതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പച്ചമുളക് പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെച്ചത്. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ആ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഉള്ളി വഴറ്റിയെടുക്കേണ്ടത്. വഴന്നു വരുമ്പോഴേക്കും, അതായത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിൽ ചേർക്കാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കറി പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിലും, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ അളവിലും, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിലും, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ അളവിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ച മുരിങ്ങയിലങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട്. തീ ഒരുപാട് കൂടിപ്പോകരുത്. തീ കൂടിക്കഴിഞ്ഞാൽ മുരിങ്ങയില കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തത് 1/2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയിലേക്ക് വെന്ത് കാണും. ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയ ആ അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങളുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഇതിൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കറി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം നമ്മളിത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മുരിങ്ങയില തീയൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. രുചികരമായ മുരിങ്ങയില തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും വേറെ എന്തിൻ്റെ കൂടെയും, പുട്ടിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. പൊതുവെ മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.